തുറവൂർ പഞ്ചായത്ത് സ്റ്റേഡിയം മാലിന്യക്കൂമ്പാരമായി അധികൃതർ തിരിഞ്ഞുനോക്കുന്നില്ലെന്ന് ആക്ഷേപം. നമസ്കാരം, ഡിറ്റക്റ്റീവ് ടിവിയിലേക്ക് സ്വാഗതം. ഡിറ്റക്റ്റീവ് ടിവിയുടെ പ്രധാന വാർത്തകൾ. രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള തുറവൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നമ്മുടെ ആരാധ്യനായ മുൻ പ്രധാനമന്ത്രിയുടെ പേര് അനാച്ഛാദനം ചെയ്ത ശിലാഫലകം പോലും ഈ മാലിന്യത്തിൽ മുങ്ങിയിരിക്കുന്നു. ഭാരതത്തിനുവേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ച നമ്മുടെ ആരാധ്യനായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെയും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെയും മുൻ മന്ത്രിയും എംഎൽഎയുമായ ജോസ് തെറ്റയിലിന്റെയും വരെ പേരുകൾ അനാച്ഛാദനം ചെയ്ത സ്റ്റേജ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ശിലാസ്ഥാപനം ചെയ്ത ഫലകങ്ങൾ വരെ ഇന്ന് മാലിന്യക്കൂമ്പാരത്തിനിടയിൽ ചതുപ്പുകുഴിയിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഈ തുറവൂർ പഞ്ചായത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ പേരുകൾ എഴുതിയ ശിലാസ്ഥാപന ഫലകം ഇരിക്കുന്ന ഭാഗമെങ്കിലും ഒഴിവാക്കി മാലിന്യം തള്ളണമായിരുന്നു. ബഹുമാനപ്പെട്ട തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും ധാരാളമുള്ള പ്രവർത്തകരും കൺതുറന്ന് കണ്ട് ആ പേരിരിക്കുന്ന സ്ഥലത്തെ മാലിന്യമെങ്കിലും അടിയന്തരമായി എടുത്തുമാറ്റാൻ മനസ്സ് കാണിക്കണം. ഇത് നാടിന് അപമാനമാണ്, ഭാരതത്തിന് അപമാനമാണ്, കേരളത്തിന് അപമാനമാണ്, അങ്കമാലി നിയോജകമണ്ഡലത്തിനും തുറവൂർ പഞ്ചായത്തിനും ആകെ അപമാനമാണ്. അങ്കമാലി നിയോജകമണ്ഡലത്തിലെ തുറവൂർ പഞ്ചായത്ത് പബ്ലിക് സ്റ്റേഡിയം ഇത്തരത്തിൽ കടുത്ത അനാസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത്. ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലവും വികസന കുതിപ്പിലുമുള്ള അങ്കമാലിയിലെ ഒരു എ ക്ലാസ് മണ്ഡലമായ തുറവൂർ പഞ്ചായത്തിലാണ് ഈ ഗതികേട്. ലക്ഷങ്ങൾ മുടക്കി പുതുക്കിപ്പണിത സ്റ്റേഡിയമാണ് ഇപ്പോൾ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്ന കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഇത് വലിയൊരു നാണക്കേടാണ്. കാരണം സ്വന്തം മണ്ഡലത്തിൽ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടാകുന്നത്, അതും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ, നാട്ടുകാർക്കായി നിർമ്മിച്ച സ്റ്റേഡിയത്തിൽ ഇതേപോലെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക എന്നു പറയുന്നത് ഈ തുറവൂർ ഭരണസമിതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കൂടി അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അധികാരത്തിന്റെ അനാസ്ഥയിൽ നാളെയുടെ കായികതാരങ്ങൾ വളരേണ്ട കളിമുറ്റം ഇന്ന് ചീഞ്ഞുനാറുകയാണ്. വർഷങ്ങളായി, ഏറെ നാളുകളായി ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മുൻ നിയമസഭാ സ്പീക്കർ സഖാവ് എ.പി. കുര്യന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ മൈതാനം കോൺഗ്രസ് ഭരണസമിതി വന്നതിനുശേഷം ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ സൗമ്യമുഖമുള്ള ആ ജനനായകന്റെ പേരിനുപോലും അപമാനമുണ്ടാക്കുന്ന രീതിയിലാണ് ഭരണസമിതിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തിരുവനന്തപുരത്തെ വിളപ്പിൽശാലയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. വൈകുന്നേരങ്ങളിൽ കൊച്ചുകുട്ടികളും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേരാണ് ഇവിടെ ഫുട്ബോളും മറ്റ് കായിക വിനോദങ്ങളും പരിശീലിക്കാനായി എത്തുന്നത്. എം. വിജയനെയും സി.വി. പാപ്പച്ചനെയും ബൂട്ടിയെയും പോലെ നാളെയുടെ വാഗ്ദാനങ്ങളാകേണ്ട കുരുന്നുകൾ കളിക്കുന്ന മൈതാനമാണിത്. കുട്ടികളടിക്കുന്ന പന്ത് ചെന്നു വീഴുന്നത് ഈ അഴുക്കിലേക്കാണ്. യും മരപ്പട്ടിയും ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികൾ താവളമാക്കിയ ഈ മാലിന്യക്കൂമ്പാരത്തിനിടയിൽ നിന്ന് പന്തെടുക്കാൻ പോകുന്ന കുട്ടികളുടെ സുരക്ഷയ്ക്ക് ആര് ഗ്യാരണ്ടി നൽകും? കാലിൽ ആണിയോ കുപ്പിച്ചില്ലോ തറച്ച് ഏതെങ്കിലും ഒരു കുട്ടിക്ക് അപകടം സംഭവിച്ചതിനുശേഷം വിലപിച്ചിട്ട് എന്ത് കാര്യം? തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട്. അങ്കമാലിയിലും തുറവൂർ പഞ്ചായത്തിലും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. എന്നിട്ടും നമ്മുടെ ആ പ്രദേശത്തെ കുട്ടികൾ വന്ന് കളിക്കുന്ന ഈ മൈതാനത്തിന് ഈ ദുരവസ്ഥയുണ്ടായിട്ടും എന്തുകൊണ്ടിവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് നാടിനെ ഞെട്ടിപ്പിക്കുന്നത്. കായികരംഗത്ത് നല്ലവണ്ണം തിളങ്ങാൻ ശേഷിയുള്ള നിരവധി കുട്ടികൾ ആ നാട്ടിലുണ്ട്. അവർക്ക് കളിച്ചു വളരേണ്ടത് ആ മൈതാനത്ത് തന്നെയാണ്. നാളെയുടെ ഭാവി തലമുറയുടെ സുരക്ഷയും അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കേണ്ട സാഹചര്യവും മുൻനിർത്തിക്കൊണ്ട് പഞ്ചായത്ത് വെറുമൊരു മൈതാനം മാത്രം ഒരുക്കിയിട്ട് കാര്യമില്ല. അവിടെ കുട്ടികൾക്ക് സമാധാനത്തോടെ കളിക്കാനുള്ള സാഹചര്യവും ഒരുക്കണം. ഇതേപോലെയുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളാനുള്ള ഇടമല്ല കളിസ്ഥലം. അതിന് വേറെ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്. കളിസ്ഥലവും മാലിന്യ നിക്ഷേപവും കൂടി ഒരിക്കലും ഒന്നിച്ചു പോകില്ല. മൈതാനവും അവിടുത്തെ സ്റ്റേജും കുട്ടികൾക്കും നാട്ടുകാർക്കുമുള്ളതാണ്. അത് അവശിഷ്ടങ്ങളും വേസ്റ്റും കൊണ്ട് നിറയ്ക്കാനുള്ളതല്ല എന്ന് അധികൃതർ മനസ്സിലാക്കണം. സ്റ്റേഡിയം പുതുക്കിപ്പണിതപ്പോൾ മുമ്പുണ്ടായിരുന്ന വാഹന പാർക്കിംഗ് സൗകര്യം പോലും ഇല്ലാതാക്കിയെന്ന ആക്ഷേപവും ശക്തമാണ്. കായികരംഗത്തെയും പുതുതലമുറയെയും തകർക്കുന്ന ഈ നയത്തിനെതിരെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ പലതവണ സമരരംഗത്തിറങ്ങിയിട്ടും അധികൃതർ കാണിക്കുന്നത് മനക്കാപ്പാറ നയമാണ്. ഈ ദുരവസ്ഥയിൽ മണ്ഡലത്തിലെ എംഎൽഎയും കായികമന്ത്രി കെ.യു. ജനീഷ് കുമാറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ഈ ജനദ്രോഹ നടപടിക്ക് എത്രയും വേഗം ഒരു ശാശ്വത പരിഹാരം കാണണം. ഈ മാലിന്യക്കൂമ്പാരം ഉടനടി ഇവിടെ നിന്നും മാറ്റണം എന്നാണ് ഡിറ്റക്റ്റീവ് ടിവിക്ക് പറയാനുള്ളത്. ഇത് നാടിനാകെയും തുറവൂർ പഞ്ചായത്തിനും വലിയ അപമാനമാണ്. മാലിന്യം നിറഞ്ഞ ഈ മൈതാനത്തിൽ നിന്നും ഡിറ്റക്റ്റീവ് ടിവിക്കു വേണ്ടി സ്വന്തം റിപ്പോർട്ടർ